സർ. തന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ. എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ എഫിഷ്യന്റ് ആയതുകൊണ്ട് സാധാരണ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ആരും തരാറില്ല. ഇപ്പം തന്നു പോയി ക്ഷമിക്ക്. രാവിലെ ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. യെസ് സർ. ഓരോരുത്തന്റെ സമയം. പട്ടർ ഉറങ്ങിയോ? ഉറങ്ങിക്കോ. നല്ല ക്ഷീണം കാണും. നാളെ കോടതിയിൽ ഹാജരാകാനുള്ളതാണ്. ഞാനാ റോണി വിൻസെന്റ്. നമ്മുടെ 20 ലക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ പുതിയ ചില ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാ സാറിനെ മാത്രം അറിയിക്കാം. ശരി വെക്കട്ടെ. അപ്പൊ പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. ഇല്ലില്ല, ഞാൻ ഏറ്റു. ഓക്കെ, ശരി. ആ യെല്ലോ ഷർട്ടുകാരൻ. സോറി സർ, ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. ഏത് പട്ടര്? തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പട്ടര്. രാവിലെ കൊടുത്തോ? രാവിലെ അയക്ക് തൈരിശാദം വേണോന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സർ തൈരിശാദം മേടിക്കാം? തൈരും പിന്നെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കാണാതാകുക, അതും തന്റെ ഡ്യൂട്ടി സമയത്ത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അതാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എപ്പോഴാ പട്ടരെ അവസാനമായി കണ്ടത്? 1900. ഞാൻ ഡ്യൂട്ടി അരവിന്ദാക്ഷന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ പട്ടർ സെല്ലിലുണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്താ. സർ, ഡിപ്പാർട്ട്മെന്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഞാൻ അല്പം സ്മാർട്ടായി പോയി എന്ന കാരണത്താൽ അസൂയ പൂണ്ട ചില കുബുദ്ധികൾ എനിക്ക് നേരെ പാരവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പട്ടരുടെ തിരോധാനം എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മിസ്സായതും പോരാ, വിഡ്ഢിത്തം പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ കാണാതായ പ്രതിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്കെതിരെ ഏതോ നയവഞ്ചകരുടെ ഗൂഢാലോചന. യു മേ ഗോ. സർ, വസ്തുനിഷ്ഠമായി സർ.
കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള ഒരാളെ രക്ഷപ്പെടുത്തുന്നതിൽ എളുപ്പം കൊല്ലുകയാണ്. കസ്റ്റംസുകാർ എത്ര ചോദിച്ചിട്ടും താനൊന്നും പറയാത്തതുകൊണ്ട് മാത്രമാണ് താനിപ്പോഴും ജീവനോടിരിക്കുന്നത്. മനസ്സിലായോ? അവരുപദ്രവിക്കുമ്പോഴൊക്കെ ഞാനെന്റെ മോനെ കുറിച്ച് ഓർത്തത്. അനന്തുവിനെ എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? 1 കോടി രൂപയുടെ സാധനം തൊലച്ചിട്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു മകൻ. വിവരം കിട്ടുമ്പോ അറിയിക്കാം. പാസ്പോർട്ടിൽ കള്ള അഡ്രസ് ആയതുകൊണ്ട് കസ്റ്റംസുകാർ അന്വേഷിച്ച് തന്റെ വീട്ടിലേക്കൊന്നും വരില്ല. താൻ അവരുടെ വായി ചെന്ന് ചാടായിരുന്നാ മതി. ഇല്ല സാർ, വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. എന്റെ മോൻ തന്റെ മോൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിത്തരാ. അന്വേഷിക്കുന്നുണ്ട്. വരട്ടെ. അതല്ലേ അയാളെ കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട്. ലെറ്റ് us wait and see. അച്ഛൻ ഇതുവരെ എവിടെയായിരുന്നു? കാണാൻ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. യാത്രയായിരുന്നു മോളെ. നമ്മുടെ അനന്തുവിനെ കുറിച്ച് ഇനിയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രാത്രി ഗുളിക കഴിച്ച് കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പം പോലും ഓരോ പിച്ചും പേയും പറയുക. അനന്തേട്ടനെ കുറിച്ചായിരുന്നു എല്ലാം. 2 ദിവസമായിട്ട് ഇത്തിരി കൂടുതലാ. സാവിത്രി, അനന്തു വന്നു അല്ലേ? എനിക്കറിയായിരുന്നു എന്റെ അനന്തു വരുമെന്ന്. നാളെ ചിങ്ങപ്പിറപ്പിന് കാവിൽ പുഷ്പാഞ്ജലി നടത്താൻ. അയ്യോ, എന്റെ മോൻ വല്ലതും കഴിച്ചോ എന്തോ? അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛനും മോനും തമ്മിലുള്ള കുശലം പറച്ചിലൊക്കെ നാളെ മതി. 7:30 വെളുപ്പിന് അവന് കാവിൽ തൊഴേണ്ടതാ. നാരായണ, എന്റെ അനന്തുവിനെ രക്ഷിക്കണേ. മോനെ ആനന്ദു. അമ്മേ, മോളെ, വിഷ്ണു കൊല്ലപ്പെട്ടിട്ട് ഈ വെള്ളിയാഴ്ച 1 ആണ്ട് തികയുന്നു. തിരുനാവായയിൽ വിഷ്ണുവിന്റെ ബലിയിടാൻ അച്ഛൻ എല്ലാവരെയും കൊണ്ടുപോകാം. ഇനി അതൊക്കെയല്ലേ നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റൂ. മരുമകനാണെങ്കിലും അവൻ എനിക്ക് മകനെ പോലെയായിരുന്നു. ഈ വീടിന്റെ വിളക്ക് കരിന്തിരി കത്താൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ദുരന്തങ്ങളുടെയും വേദനകളുടെയും ശപിക്കപ്പെട്ട 1 വർഷം. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മോനെ അച്ഛൻ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആയത്. ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് മോനെ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അച്ഛൻ നീ മാപ്പ് തരില്ല അനന്തു, മാപ്പ് തരില്ല അനന്തു. മാപ്പ് തന്നു എന്ന് പറ മോനെ. പട്ടരുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാ. അടികൊള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട് എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് സ്ഥാനം. ആട്ടെ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചെന്നാലും എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രക്ക് സർക്കുലേഷനായി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി 2. മുറി ഉണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. സോറി സർ. സോറി. എനിക്കതല്ല, എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാര വടങ്ങ അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിലല്ല സാർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സാർ, സാർ, വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യിലില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാനാണെങ്കിൽ പൈസ ഞാൻ തരാം. സാർ വയ്ക്കും. നാണമില്ലല്ലോ. 50 രൂപ ചീറ്റിപ്പോയല്ലേ?
എടാ നിന്റെ മുതലാളി എവിടെ പോയി കിടക്കുക? എന്റെ വിശ്വ പടവാളുകൊള്ള ഒരു ഡൂക്ലി പത്രത്തിന് അങ്ങനെ ഒരു പരസ്യം തരൂല. അത് ഞാൻ നോക്കിക്കോളാം കേട്ടാ. അങ്ങേരെ കണ്ട് ഒരു പരസ്യം ഒപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഉദിക്കൂ. അതിന് വിളിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുറച്ചു മുമ്പ് അലക്സ് എന്ന ആളെ അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോ. ഒരൊറ്റയടി. ആ, അന്ന് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്ടിൽ വന്ന ഡിറ്റക്റ്റീവ്. സാർ സാർ 1 മണിക്കൂർ അല്ല 1 മിനിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞതാണല്ലേ? അറിയാം. ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. സാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ സാറിന് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും കേസ് പിടിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അരവിന്ദാക്ഷൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളല്ലേ? സാറിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ഓൺ ദ വേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, ഗർജിക്കുന്ന പടവാൾ പത്രത്തിന്റെ ആൾ ഇൻ ആൾ. തൽക്കാലം ഇന്റർവ്യൂ ഒന്നും വേണ്ട. അതെന്താ അതെന്താ? ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്ന, അത് പരസ്യമാക്കാൻ പാടില്ല. അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. കറക്റ്റ്. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഞാൻ വിക്രമൻ, ഹോട്ടൽ സീവേഴ്സിന്റെ ഓണർ. ഹലോ. ആര് ആര്? ഓണർ നിർത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അയ്യേ. ആ അത് പോട്ടെ. പിന്നെ അരവിന്ദാക്ഷൻ സാറ് സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചിരിക്കാം. ഓ, ഒരു റിവാർഡിന്റെ കാര്യത്തിനായിരിക്കും. പുള്ളിയുടെ കെയർ ഓഫിൽ സർക്കാരിൽ നിന്ന് എനിക്കൊരു 20 lakhs rupees കിട്ടാനുണ്ട്. 20 lakhs? അതെ. 20 lakhs എന്ന് പറയുമ്പോ എത്ര കോടി രൂപയാ? വിട് വിട് വിട്. ആരാ പോയ പാർട്ടി? എക്സ്പോർട്ടർ കറിയാച്ചൻ, കൈ ചൂണ്ടിക്കറിയാച്ചൻ, റൂം നമ്പർ 303. പടവാളുള്ള പത്രത്തിനൊന്നും ഇന്റർവ്യൂ വരൂല. കാണുന്ന പോലെയൊന്നും അല്ല. ഡീസന്റ് പാർട്ടി സാർ. പോടെ. അയാളുടെ കൂടെ പോയതാരാണ്? അയാളുടെ ഭാര്യ. ഭാര്യയോ? അയാളുടെ ഭാര്യ വെച്ചിട്ട് 10 വർഷമായി. ഇത് കേസ് വേറെയാണല്ലോ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്. ഹോട്ടൽ സീവേഴ്സിൽ വ്യവസായ പ്രമുഖനായ കൈചൂണ്ടിക്കറിയാച്ചന്റെ രതിലീലകൾ. നാളെ എന്റെ പത്രം 500 കോപ്പി എക്സ്ട്രാ ചിലവാകും. എന്റെ ജോലി ആയിരിക്കും. ജോലി തെറിക്കട്ടെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്യണം. എന്റെ ജോലി. ഒരു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ആത്മാർത്ഥമായ കടമയാണ് പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം. മുഖം നോക്കാതെ എന്തും തുറന്നെഴുതുന്ന കരുത്തനായ ആദർശധീരനായ ഒരു പത്രാധിപരാണെന്ന്. വിവരമുള്ളവർ പറയുന്നത് കേട്ട് പഠിക്കണേ. ചേട്ടൻ വാ, കാര്യമുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലാളിയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടാ. സാർ, ചായ. ചായയോ? ഞാൻ ചായ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. എന്നാലും ഒരു ചായ കുടിക്കണം സാർ. എന്നാലും ചായയോ? ആരടാ ഇവിടുത്തെ എന്നാലും ചായ? അത് കൊള്ളാവില്ല. മനുഷ്യൻ ഡിസ്റ്റർബ് ചെയ്യാ. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ഇവന്മാരൊരു ചായ. നീ എന്താ ഇവിടെ? കാര്യമുണ്ട്, പറയാം. എന്ത് കാര്യം? എന്നോട് കാര്യം ഒരു സിംഗിളടി ബഹളം ഉണ്ടാക്കാതെ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഡബിൾ അടി. എന്റെ നെഞ്ചത്തിന് കാര്യം. എന്ത് ഫോട്ടോഗ്രാഫർ? എന്തോ എടാ, നീ എന്ത് തെമ്മാടത്തരാണ് ഈ കാര്യം? ബഹളം ഉണ്ടാക്കരുത്. പോലീസ് വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. പോലീസോ? അതെ, പോലീസ്. എവിടെ? പോലീസല്ല, താഴേന്ന് ബഹളം കേട്ടാ ഞാൻ ഓടി വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ റൂം ഒന്ന് ഒഴിഞ്ഞു തരണം. എന്റെ ജോലി പോകുന്ന കേസാ. എടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇദ്ദേഹം പടവാൾ പത്രത്തിന്റെ നാളത്തെ പടവാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഒരു ന്യൂസ് ഉണ്ടാവും. ചതിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. എന്റെ മാനം പോകും. ഞാനുള്ളവനല്ലേ മാനം. ഞാൻ കാല് പിടിക്കാം. എഴുന്നേൽക്കണം. ഒന്നുമില്ലെങ്കിലും താരാ സെക്രട്ടറിയുടെ ഫാദർ അല്ലേ? വഴിയുണ്ടാക്കാം. ഒന്നും വന്നേ. എന്തിനാ? അത് ശരിയാവത്തില്ലല്ലോ. എന്തിനാ? ചതിക്കരുത്. ഒന്നും പറയണ്ട. ഏറ്റോ ഏറ്റല്ലോ. ഏക്കാതെ എന്ത് ചെയ്യും? ബാക്കി കാര്യം ഞാൻ പറയാം. ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് ഞാനൊരു ഗംഭീര പാർട്ടി കാശ് അങ്കിൾ തരും. അതെല്ലാം കൊള്ളാം.
പക്ഷെ ഈ ഹോട്ടൽ വെച്ച് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോട്ടൽ വെച്ച് മതി.